ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നടപടിയില്ലെന്ന് പാമ്പ്ളാനി പിതാവ് പ്രഖ്യാപിച്ചത് ശരിയോ? കരിയൽ മെത്രാന്റെ വഴിയെ പാമ്പ്ളാനി പിതാവ്. സങ്കടത്തോടെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വൈദികനെതിരെയും നടപടിയെടുക്കില്ലെന്ന് പാമ്പ്ളാനി പിതാവ് പരസ്യമായി പ്രഖ്യാപിച്ചത് വത്തിക്കാൻ വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്. ഇതെനിക്ക് വത്തിക്കാൻ, ഞാനിത് ഈ കാര്യം അറിഞ്ഞിരുന്നില്ല, ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. വത്തിക്കാനിൽ നിന്ന് കിട്ടിയ ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അതായത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൈദികർക്കെതിരെ നടപടി എടുക്കില്ലെന്ന് പറയാൻ പാമ്പ്ളാനി പിതാവിന് ആരാണ് അധികാരം കൊടുത്തത്? അതും പരസ്യമായി പ്രഖ്യാപിക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? ഇതാണ് വത്തിക്കാൻ ഉറവിടം ചോദിച്ചത്. മെത്രാന്മാരും വൈദികരും എന്ത് തോന്നിയാസം ചെയ്താലും അവർക്കെതിരെ നടപടിയില്ല എന്ന നിലപാട് വത്തിക്കാൻ ഉപയോഗിച്ച വാക്ക് ഞാൻ പറയാണ്, സിൻഫുൾ ക്ലെരിക്കലിസം, പാപകരമായ ക്ലെരിക്കലിസമാണ്. അതായത് സഭ ഞങ്ങളുടെയാണ്, നിങ്ങളുടെയല്ല, ഞങ്ങൾ എന്ത് തോന്നിയാസം ചെയ്യും. നമ്മൾ പണ്ട് പറയില്ലേ, ഇല്ലത്തെ കാർന്നവർക്ക് അടുപ്പിലും ആകാമെന്ന്. പാപകരമായ ക്ലെരിക്കലിസം എന്ന വാക്കാണ് വത്തിക്കാൻ ഉപയോഗിച്ചത്. വിമത മെത്രാന്മാരും വിമത വൈദികരും എന്ത് തോന്നിയാസം ചെയ്താലും അവർക്കെതിരെ നടപടിയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഇറ്റ് ഇസ് എ സിൻഫുൾ ക്ലെരിക്കലിസം, പാപകരമായ വൈദിക മേധാവിത്വം, പാപകരമായ വൈദിക മേധാവിത്വം. ഇതാണ് റോമയിൽ നിന്നുള്ള അധികാരികൾ പറഞ്ഞത്. ഇത് പാമ്പ്ളാനി പിതാവിൻ്റെ അടവ് നയമാണ്. ഒരു എല്ലായിടത്തും ഏകീകൃത കൊണ്ടുവരാൻ വേണ്ടിയുള്ള, നടപ്പാക്കാൻ വേണ്ടിയുള്ള അടവ് നയമാണ് എന്ന വിശദീകരണം വത്തിക്കാന് ബോധ്യപ്പെട്ടിട്ടില്ല. സഭ മെത്രാന്മാരുടേതല്ലെന്നും കർത്താവിൻ്റെതും കർത്താവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവജനത്തിൻ്റെതാണെന്നും അതിനാൽ മെത്രാന്മാരുടെ തോന്നിയാസം അനുവദിക്കരുതെന്നും കാണിച്ച് വത്തിക്കാനിലെ ധാരാളം പരാതികൾ ലഭിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു നിരീക്ഷണം വത്തിക്കാനിൽ നിന്നുണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് വളരെ സങ്കടത്തോടെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സഭയുടെ അവസ്ഥ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന അവസ്ഥ തന്നെയാണ്. പിന്നെ എന്തിനാണ് ഞാനിത് പറയുന്നത്? ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? എത്ര നാളാണ് നമ്മളിങ്ങനെ സഭയെ, ഈ നമ്മുടെ നേതാക്കന്മാർ തന്നെ നാറ്റിക്കുക? ഇത് പറയാൻ വേദികളില്ലേ എന്ന് ചോദിക്കും. ഏത് വേദികൾ? എവിടെ വേദികൾ? പറയൂ. എവിടെയാണ് ഞങ്ങൾ വരേണ്ടത്? എവിടെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയേണ്ടത്? പറയൂ. ഭീഷണിക്കും പിന്നെ അക്രമങ്ങൾക്കും തയ്യാറാകുന്നവരെ മാത്രം കേൾക്കുന്ന ഒരു സഭാ നേതൃത്വം ഉണ്ടെങ്കിൽ, കുർബാന അവഹേളിക്കുകയും ആഭിചാര കുർബാന ചെയ്യുകയും തോന്നിയ പോലെയൊക്കെ അരമന കയ്യേറുകയും ചെയ്യുന്നവരെ മാത്രമാണ് സഭാ നേതൃത്വം കേൾക്കുന്നതെങ്കിൽ ഏത് വേദികളിലാണ് ഞങ്ങൾ സത്യവിശ്വാസികൾ പറയേണ്ടത്? പറയൂ, നിങ്ങൾ പറയൂ. അതിനാൽ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ പറയാൻ ഇടവരുത്തുന്നത് നിങ്ങളാണ്, സഭാ നേതൃത്വമാണ്. സഭ കർത്താവിൻ്റെതും കർത്താവിൻ്റെ ദൈവജനത്തിൻ്റെതുമാണ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ജനങ്ങൾക്കും ഇല്ല, വത്തിക്കാനുമില്ല. അക്കാര്യം എല്ലാവരും ഓർത്താൽ നന്ന്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.